ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കുർസി കുമാർ എന്ന പേര് രാഷ്ട്രീയ ലോകത്ത് ലഭിച്ചത് കസേരയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും അധാർമികമായി നീങ്ങാനും മടിയില്ലാത്തതിനാലാണ്. പ്രതിപക്ഷത്തിനൊപ്പം നിന്ന ഒരു സഖ്യത്തിന്റെ മുൻനിര പോരാളിയായിട്ട് രാഖി രാമായണം ഭരണപക്ഷത്തിനൊപ്പം പോയ രാഷ്ട്രീയ വഞ്ചകൻ കൂടിയായിരുന്നു പലപ്പോഴും നിതീഷ് കുമാർ. അങ്ങനെ കസേര കളിയിൽ ചാടിച്ചാടി ഒടുവിൽ ബീഹാറിൽ BJP-ക്കാൾ സീറ്റ് കുറവ് നേടി ആ സഖ്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിന് BJP-യുടെ വലിയേട്ടൻ മനോഭാവം ഇപ്പോൾ പുത്തരിയല്ല. തന്റെ JDU ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും നിന്നിടത്തു നിന്ന് ചാട്ടവും കാലുവാറലും എല്ലാം നടത്തി ദീർഘനാൾ മുഖ്യമന്ത്രി കസേരയിലിരുന്ന നിതീഷ് കുമാർ തന്റെ പാർട്ടി JDU-വിനെ BJP വിഴുങ്ങുന്നത് ശ്രദ്ധിച്ചില്ല. 2020 തെരഞ്ഞെടുപ്പിൽ JDU-വിനും RJD-ക്കും സീറ്റിൽ ഇടിവുണ്ടായപ്പോൾ 24 സീറ്റ് അധികം നേടി വളർന്ന BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വെപ്പിൽ JDU-വിനെ 2ാം സ്ഥാനത്തേക്ക് തഴഞ്ഞിരുന്നു. ഇതിനെല്ലാം ഇടയിലും സീറ്റ് കുറഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ BJP നൽകിയ അവസരത്തിൽ മതിമറന്ന നിതീഷ് കുമാറിന് മുന്നിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുണ്ട്. 2025-ൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ BJP ലക്ഷ്യമിടുന്നത് സംസ്ഥാനം ഒറ്റയ്ക്ക് ഭരിക്കാനാണ്. വാജ്പേയി അനുസ്മരണത്തിൽ മറകൂടാതെ BJP-യുടെ ഉപമുഖ്യമന്ത്രി അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ലക്ഷ്യം ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിലേതുപോലൊരു ക്ലീൻ സ്വീപ്പാണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ വിളിച്ചു പറഞ്ഞത് BJP കേന്ദ്ര നേതൃത്വത്തിനും രസിച്ചിട്ടില്ല. അന്തരിച്ച BJP നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം നടത്തിയ ചടങ്ങിലാണ് BJP-യുടെ ബീഹാർ മോഹം സിൻഹ വെളിപ്പെടുത്തിയത്. തങ്ങൾക്കിവിടെ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കണമെന്ന മോഹം. പ്രതിപക്ഷത്തുള്ള ലാലു പ്രസാദ് യാദവിന്റെ RJD-യെ ലക്ഷ്യമിട്ടായിരുന്നു ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയുടെ പ്രയോഗമെങ്കിലും അത് ബൂമറാങ് പോലെ വന്നടിച്ചത് സഖ്യത്തിലൊപ്പമുള്ള JDU-വിന്റെ നെഞ്ചത്താണ്. ജംഗിൾ രാജ് എന്ന് വിളിച്ച RJD-യെ കളിയാക്കിക്കൊണ്ടാണ് സിൻഹയുടെ ആ വാചകം തുടങ്ങിയത് തന്നെ. അത് ഇപ്രകാരമായിരുന്നു: ഇന്നും ജംഗിൾ രാജ് ആളുകൾ ബീഹാറിന്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ബീഹാറിനൊരു സുപ്രധാന സ്ഥാനമുണ്ട്. ആ ഉത്സാഹം വീണ്ടും ഉണർത്തേണ്ട സമയമാണിത്. ഓരോ ബിഹാരിയും അതിൽ അഭിമാനിക്കേണ്ട സമയം. ബീഹാറിൽ നമ്മുടെ സർക്കാർ വരുമ്പോൾ അത് അടൽ ബിഹാരി വാജ്പേയിക്കുള്ള യഥാർത്ഥ ആദരാഞ്ജലിയാകും. ഓരോ BJP പ്രവർത്തകനും അപ്പോൾ അതിൽ അഭിമാനിക്കും. BJP-ക്കാരെയെല്ലാം ആ വാക്കുകൾ പുളകം കൊള്ളിച്ചുവെങ്കിലും വരുന്ന വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുമ്പിലുള്ളപ്പോൾ JDU-വിന് അത് അത്ര സുഖമുള്ള വാക്കുകളല്ല. BJP-JDU ബന്ധം ഉലച്ചിലുകളിലൂടെയാണ് പലപ്പോഴും എന്നിരിക്കെ ഒറ്റയ്ക്കൊരു സർക്കാർ എന്ന കേന്ദ്ര പാർട്ടിയുടെ മോഹം നിതീഷ് കുമാറിനും കൂട്ടർക്കും ആശങ്കയാണ്. 2025 തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുള്ള തങ്ങളോ അതോ 74 സീറ്റുള്ള BJP-യോ നെടുനായകത്വം വഹിക്കുമെന്ന സംശയത്തിലിരിക്കുമ്പോഴാണ് BJP സർക്കാരിനെ കുറിച്ചുള്ള ഉപമുഖ്യമന്ത്രിയുടെ ആഗ്രഹം വെളിപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിതീഷ് തന്നെ നയിക്കുമെന്ന് BJP വ്യക്തമാക്കിയെങ്കിലും രണ്ടു കൂട്ടർക്കും പരസ്പര വിശ്വാസം കുറവാണ്. ആ സാഹചര്യത്തിലുള്ള സിൻഹയുടെ വാക്കുകൾ NDA സഖ്യത്തെ അസ്വസ്ഥമാക്കി കഴിഞ്ഞു. കാര്യങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള BJP നേതാക്കൾ വേഗം അനുനയ ശ്രമത്തിനിറങ്ങി. വിജയ് കുമാർ സിൻഹ പാർട്ടി സമ്മർദ്ദത്തിൽ സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോ ഇറക്കി. ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് NDA ഇറങ്ങുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സിൻഹ. ജംഗൽ രാജുകൾ രണ്ടാമതൊരു അവസരം ഇനി കിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു BJP-JDU ബന്ധം ഓർമ്മിപ്പിച്ച ഫോട്ടോയുടെ പശ്ചാത്തലത്തിലുള്ള വീഡിയോ. നേരത്തെ ക്രിസ്മസിന് തലേ ദിവസം JDU പുറത്തിറക്കിയ പോസ്റ്ററിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം നിൽക്കുന്ന നിതീഷ് കുമാർ ആയിരുന്നു. അതിലെ വാചകങ്ങൾ പക്ഷേ ഇങ്ങനെയായിരുന്നു: ബീഹാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ മാത്രമാണ് ഒറ്റ പേര്. JDU-വിന്റെ തിരഞ്ഞെടുപ്പ് സന്ദേശങ്ങളിലെല്ലാം ഏക ശ്രദ്ധ നിതീഷ് കുമാർ എന്ന പേരിലേക്കാണ്. എന്നാൽ ബീഹാറിൽ NDA സഖ്യത്തിൽ മത്സരിക്കുന്ന BJP അടക്കം പാർട്ടികൾ എന്തു പറയുമ്പോഴും നിതീഷിനെ കൂടെ ചേർത്താണ് പ്രചാരണം നടത്തുന്നത്. 2025 BJP ലക്ഷ്യം വെക്കുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയും NCP-യെയും അപ്രസക്തമാക്കിയതുപോലൊരു സ്ട്രൈക്കാണ്. തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നിതീഷ് കുമാറിന്റെ വഴിക്ക് തന്നെ നീങ്ങി ഒടുവിൽ 2020-ലേതിനേക്കാൾ മേലിൽ RJD-യെ വീഴ്ത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുക എന്നത്. നിലവിൽ നിതീഷിനൊപ്പം BJP എന്നത് മാറ്റി BJP-യുടെ സർക്കാരിൽ നിതീഷ് എന്ന സാധ്യത ബീഹാറിൽ തുറക്കുകയാണ് ലക്ഷ്യം. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒപ്പം നിന്നവരെ വിഴുങ്ങി വലുതായ അതേ സ്ട്രാറ്റജിയിൽ ബീഹാറിലും BJP കൊഴുക്കുമ്പോൾ നിതീഷ് എവിടെ ഇനി എത്തുമെന്ന ചോദ്യമാണ് 2025-ൽ ഏവരും ഉറ്റുനോക്കുക. കസേര കാക്കാൻ NDA-ക്കൊപ്പമോ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലെ RJD-ക്കൊപ്പമോ ചാടാൻ നിതീഷ് ഒട്ടെന്ന് ആലോചിക്കുക പോലുമില്ല. ഭരണത്തിലെത്താനും ആ മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചല്ലെങ്കിൽ പോലും ഇരിക്കാനും ആരവസരം നൽകിയാലും താൻ റെഡി എന്ന മട്ടിലാണ് നിതീഷിന്റെ കണക്കുകൂട്ടലും സ്ട്രാറ്റജിയും. പക്ഷേ 71-ൽ നിന്ന് 43-ലേക്ക് 2020-ൽ വീണ വീഴ്ച വീണ്ടും ആവർത്തിച്ചാൽ ചതിച്ച് പലപ്പോഴും ചാടിപ്പോയ നിതീഷിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയാൻ കാലതാമസമുണ്ടാവില്ല.